അങ്ങനെയുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഇത്രയ്ക്കും കുശുമ്പും കുന്നായ്മയും അതുപോലെ ഈ അയൽക്കൂട്ടക്കാർ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളത്. നമ്മൾ ഇപ്പോഴാണ് അല്ലേ വർത്തമാനം മാത്രമല്ല പ്രവൃത്തിയും നമ്മൾ കണ്ടുവരുന്നത്. നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഇവരൊക്കെ നല്ല ആളുകളാണ്, കാണാൻ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന കഥാപാത്രങ്ങളിൽ ഇവർ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു ഓഹോ ഇതൊക്കെ നല്ലതാണെന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ വായി തുറന്നാൽ അയൽക്കൂട്ടം പെണ്ണുങ്ങളെക്കാൾ വളരെ മോശമാണെന്നും വേറെ രീതിയിലുള്ള ലാംഗ്വേജാണ്, വേറെ അത്രയും ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നതെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവരൊക്കെ അങ്ങനെ അത്രയ്ക്കും പബ്ലിക്കായിട്ട് പറയുന്നതാണ്. അപ്പം എന്തായാലും നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന പൈപ്പിൻ ചോട്ടിലെ തർക്കം, അതിർത്തി തർക്കം, അയൽക്കൂട്ടം പെണ്ണുങ്ങളുടെ ഇവരെക്കാളും എത്രയോ ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അമ്മ സംഘടനയിൽ നടന്ന ഒരു ആദരിക്കൽ ചടങ്ങ്, മമ്മൂട്ടി മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിന് അവരെന്തോ പറഞ്ഞ ടൈമിന് മുൻപേ വരുന്നു. അതുകൊണ്ട് അവർ കാരണം കുറച്ച് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. എന്തായാലും അത് വളരെ മോശമായി പോയി. അറിഞ്ഞോ അറിയാതെയൊക്കെ ആണെങ്കിലും താരരാജാക്കന്മാരും ഒരു കാരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വളർന്നു വരുന്ന യുവപ്രതിഭകൾക്ക് അവരുടെ ഒരു അവസരം നഷ്ടപ്പെട്ടു. അവരുടെ കണ്ണീരിനും വിലയില്ലേ. അപ്പോൾ അത് കോർഡിനേറ്ററായ നീന കുറുപ്പ് മാറ്റിമറിച്ചു എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയയുടെ ഈ രോഷത്തിന്റെയും അമർഷത്തിന്റെയും കാരണം. അപ്പോൾ ലക്ഷ്മിപ്രിയ ഈ ഒരു തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം, പക്ഷെ പ്രതികരിച്ച രീതി പബ്ലിക്കായിട്ട് ഇങ്ങനെ അനാവശ്യം വിളിച്ചു പറയുന്നതിലല്ല. ഒരു സംഘടനയുണ്ട്, അതിൽ ഭാരവാഹികളുണ്ട്, റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത് അതിന് വേണ്ട പ്രതിവിധി ആരൊക്കെയാണോ തെറ്റുകാർ അവരൊക്കെ പരസ്യമായിട്ട് മാപ്പ് പറയിക്കുക, അങ്ങനെ ലീഗലായിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷെ അതൊരു ആവേശത്തിന്റെ പുറത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് തൊണ്ട പൊട്ടുമാറ് കുറെ ചീത്ത വിളിച്ചതുകൊണ്ട് ഒന്നും ആയില്ല എന്ന് മാത്രമല്ല സ്വന്തമായിട്ട് ചീത്ത പേര് നേടുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം ഈ ആർക്കൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് വന്ന എല്ലാവരും എത്ര വലിയ താരങ്ങളാണെങ്കിലും അവർക്ക് ഒരു കാരണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഫുള്ളായിട്ട് കേൾക്കാം. സ്കിപ്പ് ചെയ്ത കാണണേ. കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്, മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പേ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും, മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെ നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ ഈശ്വരൻ നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്, മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഉണ്ടയെ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാനറ്റില് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം,
നിങ്ങളുടെ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം, മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗാ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിന് നിന്നത്, അറിയോ നിങ്ങൾക്ക്? റോണി ചേട്ടനെ ഇന്നലെ രാത്രി 11:30 വിളിച്ച് ഇനി എന്ത് മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, കേട്ടോ സ്ത്രീയെ? ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കേറാത്തതിന്, ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറാന്നതിന്. നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ട് ഇന്ന് അത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്, അതിനെ ഇവര് പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ചെയ്തു? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്. ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, മനസ്സിലായാ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി, നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തവും ഇല്ല, മനസ്സിലായാ? നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടല്ലോ കാണുന്നവരുണ്ടാവും, എന്റെ ആത്മാവെങ്കിലും കാണും. അത് നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ, ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തവും ഇല്ല. നീ ആരാ ഇവിടുത്തെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കേറ്റില്ല, ഇവരെ കേറ്റില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങളെ തിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതെന്നില്ല. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിന് പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡ് ആയിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം, മനസ്സിലായാ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലര് ശത്രുക്കളായിരിക്കും, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്.
നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ മേത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വോത്തര നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ ഈ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം, അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ